إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരായി കൊണ്ട് ജീവിച്ച് ഈ ലോകത്തോട് അങ്ങനെ തന്നെ വിട പറയുന്ന മഹാഭാഗ്യവാന്മാർ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അവരുടെ പരീക്ഷയുടെ റിസൾട്ട് വന്ന് അതിൻ്റെ ഒരു ചർച്ചയിലും സന്തോഷങ്ങളിലുമൊക്കെയാണ് കുട്ടികളും രക്ഷിതാക്കളും ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ, അതല്ലെങ്കിൽ മറ്റു പല കോഴ്സുകളുമെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അടുത്ത ഒരു സ്റ്റെപ്പ് ഇനി എന്താണ്, എന്തിന് ചേരണം, എന്ത് പഠിക്കണം തുടങ്ങിയ അന്വേഷണങ്ങളും സംസാരങ്ങളുമൊക്കെ മക്കൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും എല്ലാം നടക്കുന്ന ഒരു സമയമാണ്. അറിവ് എന്ന് പറയുന്നത് ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളതും
അതിനോട് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട ശക്തമായ നിലപാടുകളെ സംബന്ധിച്ചുമെല്ലാം നമുക്ക് വെളിച്ചം വീശിത്തരുന്ന ഒരുപാട് ഖുർആനിക വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ഈ ഒരു റിസൾട്ട് വന്നൊരു സമയത്ത് പലർക്കും വലിയ മാർക്ക് ലഭിച്ച കുട്ടികളുണ്ടാകും. അതുപോലെ തന്നെ മാർക്കിൽ വളരെ കുറവ് വന്നവരും ഉണ്ടാകും. ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ജയപരാജയങ്ങളെ വേർതിരിക്കുന്ന അടിസ്ഥാന മാനദണ്ഡമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. യഥാർത്ഥത്തിൽ ഒരു അറിവ് എന്ന് പറയുന്നത് വ്യക്തിപരമായി നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും എല്ലാവർക്കും നന്മ ലഭിക്കുന്നതായിരിക്കണം യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇന്ന് ഉന്നത കലാലയങ്ങളിലും മറ്റു ക്യാമ്പസുകളിലുമെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം കാണുന്ന കേൾക്കുന്ന വാർത്തകളും എല്ലാം നമ്മെ ഞെട്ടിപ്പിക്കുന്നതും എല്ലാമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളുടെ തുടർ വിദ്യാഭ്യാസത്തെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾ ഇനി ചേരാൻ പോകുന്ന സ്ഥാപനവും അതല്ലെങ്കിൽ ക്യാമ്പസും അതുപോലെ അതൊക്കെ എവിടെയാണ്, അതിന്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും നമ്മുടെ മക്കൾക്ക് യഥാർത്ഥ രൂപത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണോ നമ്മുടെ മക്കൾക്ക് അവിടെ ലഭിക്കുന്നത് എന്ന കൃത്യമായ ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും വേണം. നമ്മുടെ മക്കൾ ഒരിക്കലും തന്നെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ട് പോകുന്ന ഒരവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ കൾച്ചർ, അവരുടെ സംസ്കാരം എന്ത് എന്നും അതുപോലെ തന്നെ അവിടുത്തെ ചുറ്റുപാടുകളിൽ നമസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഇന്നത്തെ അതിരുവിട്ട് പോയിട്ടുള്ള ഇസ്ലാം ഒരിക്കലും തന്നെ അനുവദിച്ചിട്ടില്ലാത്ത വഴികൾ തേടുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പല രൂപത്തിലുള്ള ക്യാമ്പസുകളും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളൊക്കെ ഈ നാട്ടിലെ അങ്ങാടികളിലൂടെയും റോഡിലൂടെയും വാഹനങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്നവരാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ സന്ദർഭങ്ങളിലും പലപ്പോഴും നമ്മളെല്ലാം ഞെട്ടുകയും അല്ലെങ്കിൽ മൂക്കത്ത് കൈവച്ച് പോകുന്ന, നമ്മളെ ലജ്ജിപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഇടപെടലുകളും എല്ലാം നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്ന രൂപത്തിലുള്ളൊരു ക്യാമ്പസാണ്, വിദ്യാഭ്യാസ സ്ഥാപനമാണ് എങ്കിൽ തീർത്തും നമ്മൾ നമ്മുടെ മക്കളെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് വേർപെടുത്തൽ, അതിൽ നിന്ന് പിന്തിരിപ്പിക്കൽ ഒരു രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അറിവ് നേടുന്നതിനെ സംബന്ധിച്ച് നേടുന്നതിനെ ഇസ്ലാം ഒരിക്കലും തന്നെ വിലക്കുന്നില്ല. അറിവ് നേടണം, പഠിക്കണം, അത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ലഭിച്ച വഹയിന്റെ സന്ദേശം തന്നെയും ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 വചനങ്ങളാണ്. ആ സൂക്തങ്ങളിലൂടെ റബ്ബ് പറയുന്നത് എന്താ? ഇഖ്റഅ, നീ വായിക്കണം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക. എന്നിട്ട് ആ റബ്ബ് അറിവിനെ സംബന്ധിച്ച്, വിജ്ഞാനത്തെ സംബന്ധിച്ച് മനുഷ്യർക്ക് നൽകിയ മഹത്തായ അനുഗ്രഹത്തെയാണ് ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു അല്ലമൽ ഇൻസാന മാ ലം യഅലം, അറിയാത്തതെല്ലാം പഠിപ്പിച്ചവനാകുന്നു അല്ലാഹു. നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ലായിരുന്നു.
ഇവിടെയുള്ള മറ്റു ജീവജാലങ്ങളെപ്പോലെ പോലും യാതൊന്നും അറിയാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. എന്നിട്ട് നമ്മൾ പലതും പഠിച്ചു, നമ്മൾ പലതും മനസ്സിലാക്കി. ഇന്ന് നമ്മളൊക്കെ മനുഷ്യ സമൂഹം ഇന്ന് ഓരോ വർഷം കഴിയുന്തോറും എത്രയെല്ലാം മുന്നോട്ടാണ് ഗമിച്ചുകൊണ്ടിരിക്കുന്നത് വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ. ഒരു 10-20 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഒരാൾ ഇന്ന് ഈ ലോകത്തേക്ക് വന്നാൽ അവരെല്ലാം അന്തം വിട്ടു പോകുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്നത്തെ സാഹചര്യങ്ങൾ ഉള്ളത്. അത്രയും അധികം പുരോഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അത് ആ രൂപത്തിൽ ഒരുപാട് അറിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ നോക്കൂ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ ചോദിക്കുക, എന്താ ചോദിക്കേണ്ടത്? ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ, അറിവുള്ളവരും വല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരും സമമാകുമോ? ഒരിക്കലുമില്ല. അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ? ഒരിക്കലുമല്ല. അതിനർത്ഥം എന്താ? അറിവ് നേടണം, അറിയണം, പഠിക്കണം, അറിവ് അന്വേഷിക്കണം. അതിനുള്ള സന്ദേശമാണ് ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. എന്നിട്ട് ആ ആയത്തിന്റെ അവസാനം എന്താണെന്നോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ ചിന്തിക്കുകയുള്ളൂ, ബുദ്ധിയുള്ളവർക്കേ ചിന്താശേഷി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അറിവ് വേണം, നന്നായി പഠിക്കണം, നന്നായി മനസ്സിലാക്കണം. മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, വിശ്വാസികൾ വിളിച്ചുകൊണ്ടാണ് റബ്ബ് അഭിസംബോധന ചെയ്യുന്നത്. എന്താ പറയുന്നത്? ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. സൂറത്തുൽ മുജാദലയിലെ ആയത്താണ്. അല്ലാഹു തആല പറയുകയാണ്, വിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി, നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിങ്ങൾ ഒന്ന് അല്പം ഒരു വിട്ടുവീഴ്ച നൽകണം എന്നൊക്കെ വിശ്വാസികളോട് പറയപ്പെട്ടാൽ എന്തു വേണം? ആ ഒരു വിശാലത നിങ്ങൾ നൽകണം. എങ്കിൽ യഫ്സഹില്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്കും വിശാലത നൽകും. അങ്ങനെ ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു തആല പറയുകയാണ്, യർഫഇല്ലാഹുൽ ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പദവികൾ നൽകുന്നത് ആർക്കാണെന്നോ? ആർക്കാണ് അല്ലാഹു തആല ദറജ നൽകുന്നത്? ഒന്ന്, അല്ലദീന ആമനൂ മിൻകും, ഈമാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെടുന്നവർക്കുമാണ് അല്ലാഹു തആല പരലോകത്ത് ദറജകൾ നൽകുക. പരലോകത്ത് ഉന്നതമായ ഉയർച്ച നൽകുന്നത് അറിവുള്ള ഈമാനും അറിവുമുള്ളവർക്കായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും സസൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹ്, എല്ലാം അറിയുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മളോട് പറയുന്നത് അറിയണം, ഇൽമ് കരസ്ഥമാക്കണം. ആ ഇൽമുള്ളവർക്കാകുന്നു പരലോകത്ത് ദറജയുണ്ടാവുക, പരലോകത്ത് ദറജയുണ്ടാവുക, ഉയർച്ച ലഭിക്കുന്നത് ആ പരലോകത്തായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ഈ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അറിവ് അത് നമുക്ക് മരിക്കുന്നത് വരെ നമ്മൾ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. അതൊരു നിശ്ചിത പ്രായം വരെ നേടിയെടുക്കേണ്ട ഒന്നല്ല. മരിക്കുന്നത് വരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുണ്ട്. നമ്മൾ എന്ത് പഠിക്കണം? ഖുർആൻ അറിവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ആ അറിവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവാണ് സുഹൃത്തുക്കളെ ലക്ഷ്യമാക്കുന്നത്. ദീന് പഠിക്കുക എന്നുള്ളതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പലപ്പോഴും പല ആളുകളും അത്ര തന്നെ ഒരു പ്രാധാന്യം നൽകാറില്ല.
അതൊക്കെ പിന്നെ ആവാം. അതല്ലെങ്കിൽ മദ്രസയിൽ 5ാം ക്ലാസ് വരെ പോയിട്ടുണ്ടല്ലോ, 7ാം ക്ലാസ് വരെ പോയിട്ടുണ്ടല്ലോ, അതൊക്കെ അത്ര മതി എന്ന രൂപത്തിൽ ഒരു ലാഘവത്തോട് കൂടി കാണുന്ന ഒരവസ്ഥ പലപ്പോഴും പലരിലും നമ്മൾ കാണാറുണ്ട്. അല്ല, അറിവ് എന്നുള്ളത് മദ്രസ പഠനം കഴിഞ്ഞാലും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ നന്നായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. മതവിജ്ഞാനങ്ങൾ നൽകുന്ന സദസ്സുകളിലേക്ക്, ഖുർആൻ ക്ലാസുകളിലേക്ക്, അതുപോലെ വിജ്ഞാന വേദികളിലേക്ക്, അറിവിന്റെ വേദികളിലേക്ക് നമ്മൾ ചെല്ലുകയും നമ്മൾ പഠിക്കുകയും പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മൾ എഴുതി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം സുഹൃത്തുക്കളെ നമ്മൾ മരിക്കുന്നത് വരെയും ജീവിക്കേണ്ടത്. മഹാന്മാരായ സഹാബിമാരും താബഈകളും അതുപോലെ തന്നെ മുൻ കഴിഞ്ഞു പോയിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, അവരൊക്കെയും മരിക്കുന്നത് വരെയും അറിവ് കരസ്ഥമാക്കാൻ എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. നാടും വീടും വിട്ട് അറിവുള്ളവരെ തേടിക്കൊണ്ട് അവിടെ പോയി ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നു. നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള പല പണ്ഡിതന്മാരുടെയും ജീവിത ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇന്ന് നമ്മുടെ മൂക്കിന്റെ അറ്റത്ത് അറിവ് നൽകുന്ന ക്ലാസുകളുണ്ടെങ്കിൽ പോലും ക്ഷണിച്ചാലും പല വിധത്തിലുള്ള ഒഴിവ് കഴിവുകളും പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന അവസ്ഥയാണ് പലർക്കും ഉള്ളത്. സുഹൃത്തുക്കളെ, പാടില്ല. അറിവ്, അതിന് പ്രാധാന്യം നൽകുകയും അത് അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ നോക്കൂ, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമ, ആരെങ്കിലും അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സലകല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന, അവൻക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുക. നോക്കണം നിങ്ങൾ, അല്ലാഹുവിന്റെ ദീന് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കുന്നത് സ്വർഗ്ഗത്തിന്റെ വഴിയിലാണ്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വ ഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ റിദൻ ലിതാലിബിൽ ഇൽമ്, അറിവന്വേഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ മാലാഖമാരുടെ ചിറക് താഴ്ത്തി കൊടുക്കുന്നതാണ്. നോക്കണം നിങ്ങൾ, അറിവന്വേഷിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന സ്വീകാര്യതയാണ്. മലക്കുകൾ അവർക്ക് ചിറക് വിരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അറിവുള്ള ആളുകൾക്ക് വേണ്ടി കടലിൽ വെള്ളത്തിന്റെ ആഴിയിൽ കിടക്കുന്ന മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടിരിക്കുമെന്നാണ്. അല്ലാഹുവിന്റെ ദീനെ പഠിക്കുന്ന, അല്ലാഹുവിന്റെ ദീന് മനസ്സിലാക്കുന്ന അറിവുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹു നൽകുന്ന വലിയ ഒരു സ്ഥാനമാണ് സുഹൃത്തുക്കളെ അത്. സമുദ്രത്തിലെ മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന്. അതുപോലെ തന്നെ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഫദ്ലൽ ആലിമി അലൽ ആബിദ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു ആബിദായ ഒരാളേക്കാൾ ആലിമായ ഇൽമുള്ള ഒരാൾക്കുള്ള ശ്രേഷ്ഠത എന്താണെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കഫദ്ലിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സായിരിൽ കവാകിബ്, പൂർണ്ണ ചന്ദ്രനുള്ള 14ാം രാവിന്റെ ആ ദിവസത്തിൽ മറ്റു നക്ഷത്രങ്ങൾക്കിടയിൽ കാണുന്ന ചന്ദ്രന്റെ അവസ്ഥ എങ്ങനെയാണ്, അതുപോലെ ആയിരിക്കും ആലിമിന് ആബിദിനേക്കാൾ ശ്രേഷ്ഠത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. 14ാം രാവിൽ മറ്റു നക്ഷത്രങ്ങളിൽ നിന്ന് എത്ര സുവ്യക്തമായി കൊണ്ടാണ് നമ്മൾ ചന്ദ്രനെ നോക്കിക്കാണുന്നത്. ആ ഒരു പ്രത്യേകത, അത്രയും വലിയൊരു സ്ഥാനമാണ് ഇൽമുള്ളവർക്കുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, ആലിമീങ്ങൾ, ഉലമാക്കൾ എന്ന് പറയുന്നത്, ഇൽമുള്ളവർ എന്ന് പറയുന്നത് അവർ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അംബിയാക്കളുടെ, നബിമാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ, ഉലമാക്കൾ എന്ന് പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ,
പ്രവാചകന്മാർ മരണപ്പെട്ടു പോകുമ്പോൾ ഇവിടെ അനന്തര സ്വത്തായി കൊണ്ട് വിട്ടേച്ചു പോകുന്നത് ദീനാറുകളോ ദിർഹമുകളോ അല്ല, ദീനാറുകളോ ദിർഹമുകളോ അല്ല. പിന്നെ എന്താ പ്രവാചകന്മാർ ഇവിടെ വിട്ടേച്ചു പോകുന്നത്? വറസു അൽ ഇൽമ്. അവർ ഇവിടെ വിട്ടേച്ചു പോകുന്നത് ഇൽമാണ്, അറിവാണ്. എന്നിട്ട് നബി പറഞ്ഞു, ഫമൻ അഖദഹു, ആരെങ്കിലും ആ ഇൽമ് കരസ്ഥമാക്കിയാൽ അവർ നേടുന്നത് ഒരു വമ്പിച്ചൊരു വിഹിതമാണ് എന്നാണ്. മൂല്യവത്തായ അതിമഹത്തായ ഒരു സ്വത്താണ് അവർ നേടിയെടുക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ, അള്ളാഹുവിന്റെ ദീന് കരസ്ഥമാക്കാൻ അതിൽ എവിടെയാണോ ലഭിക്കുന്നത് അവിടേക്ക് നമ്മൾ പോകണം. നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നമുക്കറിയാം, അറബിക് കോളേജുകൾ, വിശിഷ്യ നമ്മുടെ സമീപത്തുള്ള ജാമിയ അൽ ഹിന്ദ് പോലെയുള്ള സ്ഥാപനം. എത്ര വിദ്യാർത്ഥികളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് പല വിദ്യാഭ്യാസത്തിന്റെ കോഴ്സുകളും നമ്മൾ തിരയുമ്പോൾ നമ്മുടെ മക്കളെ മതവിജ്ഞാനം നൽകുന്ന ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള അന്വേഷണമാണ് സുഹൃത്തുക്കളെ നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ മക്കൾ മരിച്ചു കഴിഞ്ഞാലും അവർക്ക് ഉപകാരപ്പെടുന്ന അറിവാണ് മതപരമായ അറിവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ മക്കൾ ഭൗതികമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ വേണ്ടി സർട്ടിഫിക്കറ്റുകൾ അട്ടിയട്ടിയായി കൂമ്പാരമായി ഷെൽഫുകളിൽ വെച്ച് പെട്ടെന്ന് അങ്ങ് മരണപ്പെട്ടു പോകുന്നൊരവസ്ഥ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം പിന്നെ ആർക്കെങ്കിലും നേടാൻ കഴിയോ? ഇല്ല. അതിനർത്ഥം ഭൗതികമായ വിദ്യാഭ്യാസം നൽകരുത് എന്നതല്ല, പഠിക്കണം, ഭൗതിക വിദ്യാഭ്യാസവും നേടണം. അതോടൊപ്പം തന്നെ മതപരമായ അറിവ്, അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതപരമായ അറിവിന് നമ്മൾ നല്ല പ്രാധാന്യം നൽകണം. അതുണ്ടെങ്കിലേ സുഹൃത്തുക്കളെ ജീവിതത്തിന് നല്ല ഒരു അർത്ഥവും തെളിച്ചവും ഉണ്ടാവുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. അതില്ല എങ്കിൽ, മതപരമായ ഒരു ബോധവും അറിവും ഇല്ലാത്ത മക്കളാണ് വരുന്നത് എങ്കിൽ, നമ്മുടെ രക്ഷിതാക്കളുടെ മുഖത്തേക്ക് അറപ്പോടെയും വെറുപ്പോടെയും കാർക്കശ്യത്തോടെയും സംസാരിക്കാനും പെരുമാറാനും ഒരു മടിയുമില്ലാത്ത ഒരു കാലത്താണ് ഇന്ന് ലോകം ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊന്നും അധികം പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെല്ലാം കേൾക്കുന്നവരാണ്, വായിക്കുന്നവരാണ്, കാണുന്നവരാണ്. എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പുകളിലൂടെ വാർത്തകൾ കാണുമ്പോൾ ഫ്ലാഷ് ന്യൂസ് ആയിക്കൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന എത്ര വാർത്തകളാണ് സുഹൃത്തുക്കളെ ദിനംദിനമായിക്കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? മതപരമായ റബ്ബിനെ കുറിച്ചുള്ള ബോധം നൽകാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ റബ്ബിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ മക്കൾക്ക് നൽകണം. അത് നൽകാതെ വന്നാൽ ആ നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ ഒരുപാട് വഴികേടിലായി പോകും. തീർച്ചയായും അവർ വഴികേടിലായി പോകും. പിന്നീട് ഖേദിച്ചിട്ട് ദുഃഖിച്ചിട്ട് മറ്റുള്ളവരോട് ആവലാതിയും വേവലാതിയും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതിന് മുമ്പായി കൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല വിജ്ഞാനം നൽകാൻ, അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മുടെ മക്കൾ ഒരു ക്യാമ്പസിലേക്ക് നമ്മൾ ചേർത്തുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഏതെങ്കിലും മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ചേർത്തുമ്പോൾ അവരുടെ മതപരമായ വിഷയങ്ങളെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശക്തമായ രൂപത്തിൽ നമ്മൾ അന്വേഷിക്കുകയും, നമ്മുടെ നാട് വിട്ടു പോയിക്കൊണ്ട് പഠിക്കുന്ന മക്കളാണെങ്കിൽ അവർക്ക് അവിടെ മതപരമായ രൂപത്തിൽ അവർ ജീവിക്കുന്നുണ്ട് എന്ന കൃത്യമായ ഒരു ബോധവും ലക്ഷ്യവും നമുക്ക് രക്ഷിതാക്കൾക്കുണ്ടായിരിക്കണം. അതല്ലാതെ മാസത്തിൽ ഒരു 2-3 ദിവസത്തിൽ ലീവിന് വരുന്ന സമയത്ത് അവർ നല്ല രൂപത്തിലാണ് വരുന്നത്, ആ സമയത്ത് അവർ പള്ളിയിൽ പോകുന്നുണ്ട് എന്ന് മാത്രം വിലയിരുത്തിക്കൊണ്ട് ക്യാമ്പസുകളിൽ വളരുന്ന നമ്മുടെ മക്കൾ അവർ മതപരമായി കൊണ്ട് പൂർണ്ണരാണ് എന്ന് നമ്മൾ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ ആ രൂപത്തിലൊക്കെ പല മക്കളെ സംബന്ധിച്ചും
പിന്നീട് പ്രയാസപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നല്ലൊരു അന്വേഷണം, അവർ പഠിക്കുന്ന സ്ഥലത്ത് കൃത്യമായ ഒരു അന്വേഷണം നമുക്ക് ഉണ്ടാവണം. അവിടുത്തെ CRE പോലെയുള്ള മതപരമായ അറിവ് നൽകുന്ന ക്ലാസ്സുകളിൽ അവരുടെ മക്കൾ കൃത്യമായി പങ്കെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ വിഷയങ്ങളിൽ അവർ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇതൊക്കെയും രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. അതല്ലാതെ മാസാമാസം അവർ ചോദിക്കുന്ന കാശ് ഇങ്ങനെ അയച്ചു കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട വസ്ത്രം, അവർക്ക് വേണ്ട മറ്റു സൗകര്യങ്ങൾ ഇതിങ്ങനെ ചോദിക്കുന്നത് പോലെ കൊടുക്കൽ മാത്രമല്ല രക്ഷിതാക്കളുടെ ബാധ്യത. അവരുടെ ആത്മീയമായ വിജയം, ആ ഒരു ശുദ്ധി, അതും ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ, ഒരാൾ മരണപ്പെട്ടാൽ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴിച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. 3 കാര്യങ്ങൾ ഒഴിച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതിൽ ഒന്ന് സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖയാണ്. രണ്ടാമത്തേത് ഔ ഇൽമിൻ യന്തഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവ്. ആ അറിവ് നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ വളർന്നു വരുമ്പോൾ ബഹുമാനത്തോടെയും ആദരവോടെയും സ്നേഹത്തോടെയും ഉപ്പ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളോട് ഇടപഴകാനും നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മുടെ മക്കൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഉപകാരപ്പെടുന്ന അറിവ് നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. അതവർക്ക് പൂർണ്ണമായും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അപ്പൊ അറിവും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ ഒരു അവസ്ഥ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നന്നായി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബേ, ഖൈറായ ഒരു അറിവ് എന്റെ മക്കൾക്ക് നൽകണം. എന്റെ മക്കൾക്ക് ദുനിയാവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് റബ്ബേ എന്റെ മക്കൾ എത്തുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ തരണേ. റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അതല്ലാതെ നല്ല എഡ്യൂക്കേറ്റഡ് ആയ സ്ഥാപനമാണോ, അവിടുത്തെ ഫീസും വാഹന സൗകര്യങ്ങളും മറ്റു സംവിധാനങ്ങളും മാത്രം നോക്കിക്കൊണ്ട് വിലയിരുത്തിക്കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ചേർത്തേണ്ടത്. നമുക്കും ഉപകാരപ്പെടണം, അവർക്കും ഉപകാരപ്പെടണം, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി വളരണം. അതിന് പറ്റുന്ന സാഹചര്യത്തിൽ വളരാൻ പറ്റുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലേക്കായിരിക്കണം നമ്മുടെ മക്കളെ നമ്മൾ ചേർത്തേണ്ടത്. അത്തരത്തിലുള്ള ഒരു അറിവായിരിക്കണം നമ്മൾ അവർക്ക് നൽകേണ്ടത്. അതല്ല എങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകും. പിന്നീട് നമ്മൾ ഖേദിച്ചിട്ട് ദുഃഖിച്ചിട്ട് രാത്രി ആരുമറിയാതെ കരഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളുടെ വിഷയങ്ങൾ ദുഃഖത്തോടെ പങ്കുവെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതിനു മുമ്പ് നല്ല ഒരു ബോധം നമുക്ക് നൽകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ കുറിച്ച് അല്ലാഹു തആല പരാമർശിച്ചല്ലോ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സഹാബിമാർ അവർ വഴികേടിലായിരുന്നു, വ്യക്തമായ വഴികേടിലായിരുന്നു. എന്നാൽ അവർ ആ വഴികേടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ലോകത്തിന് മാതൃകയാകുന്ന രൂപത്തിലുള്ള സ്വന്തത്തിനും കുടുംബത്തിനും നാട്ടുകാർക്കും വരും തലമുറക്കും ഉപകാരപ്രദവും മാതൃകായോഗ്യരുമായി കൊണ്ട് അവർ എങ്ങനെയാണ് വളർന്നത്? അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ഖുർആൻ അവർ ഓതിക്കൊടുത്തു. വയുസക്കീഹിം, അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ സംസ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ ഖുർആനും സുന്നത്തും അവരെ പഠിപ്പിച്ചു, വാർത്തെടുത്തു.
അങ്ങനെ അവര് എല്ലാ വിധത്തിലുള്ള വഴികേടുകളിൽ നിന്നും അവര് മുക്തരായി. എല്ലാ ദുസ്വഭാവങ്ങളും അവര് പാടെ വെടിഞ്ഞു. ഒരു അധർമ്മത്തോടും ഒരു അനീതിയോടും ഒരു അന്യായത്തോടും ഒരു വിധത്തിലുള്ള അശ്ലീലങ്ങളോടും അവർക്ക് പിന്നീട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, വെറുപ്പും അറപ്പുമുള്ളവരായിക്കൊണ്ടാണ് പിന്നീട് ആ മഹാന്മാരായ സഹാബത്ത് വളർന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം എല്ലാവരും ഈ രൂപത്തിൽ ആവുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരു പൂതിയാണ്. അത് ലഭിക്കണമെങ്കിൽ എന്തു വേണം? ഈ അള്ളാഹുവിന്റെ കിതാബ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അത് ശരിക്കും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൽ നിന്ന് തസ്കിയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ ഇടപെടലുകളും ഇടപാടുകളും എല്ലാം നല്ല രൂപത്തിൽ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്കും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും ഈ തലമുറയെയും എല്ലാ അർത്ഥത്തിലും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കൾ, അവർക്ക് പല ലക്ഷ്യങ്ങളും അവർക്ക് അവരുടേതായ പല താല്പര്യങ്ങളും എല്ലാം ഉണ്ടാകും വിദ്യാഭ്യാസ രംഗത്ത്. നമ്മുടെ മക്കൾക്ക് കൃത്യമായ രൂപത്തിലുള്ള ഈ ഒരു മേഖലയിൽ വെളിച്ചം നൽകൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഏതൊരു അറിവിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് എന്നുള്ളത്. അറിവെന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നൊരു റഹ്മത്താണ്, കാരുണ്യമാണ്. അതിന്റെ പേരിൽ ഒരിക്കലും അതില്ലാത്തവരെ ഒരിക്കലും തന്നെ നിസ്സാരന്മാരായിക്കൊണ്ടോ നിന്ദ്യരായിക്കൊണ്ടോ ഒന്നുമില്ലാത്തവരായിക്കൊണ്ടോ കാണാൻ പാടില്ല. അറിവുണ്ട് എന്നതിന്റെ പേരിൽ സർട്ടിഫിക്കറ്റുകളുടെ അട്ടി നോക്കിക്കൊണ്ട് അഹങ്കരിക്കാനും പാടില്ല. നമ്മുടെ മക്കൾക്ക് പ്രത്യേകം നമ്മൾ നൽകേണ്ട ഉപദേശങ്ങളാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ പല ഓഫീസുകളിലും പല സ്ഥാപനങ്ങളിലേക്കും പല ആവശ്യങ്ങൾക്കും നമ്മൾ ചെല്ലുന്നവരാണ്. പല ഉദ്യോഗസ്ഥരുടെയും പെരുമാറ്റങ്ങളും ഇടപെടലുകളും നമ്മളെ പലപ്പോഴും വേദനിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം ഉപദേശം, ഈ രൂപത്തിലുള്ള അഹങ്കാരങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ആളുകളോട് സ്നേഹത്തോടെയും തന്മയത്വത്തോടെയും പെരുമാറാനും അതുപോലെ തന്നെ എല്ലാ വലിയവരെ ബഹുമാനിക്കാനും ചെറിയവരോട് കരുണ കാണിക്കാനും ഒക്കെ മക്കളെ നമ്മൾ തയ്യാറാവണം. അതിന് വിരുദ്ധമായി കൊണ്ട് വളരരുത്. ഈ രൂപത്തിലുള്ള പാഠങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അറിവ് എന്ന് പറയുന്നത് പരിശ്രമിച്ചാൽ മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. നന്നായി പരിശ്രമിക്കണം. നന്നായി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ അറിവ് നേടാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നല്ല മതബോധമുള്ള പടച്ചവനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കുറിച്ചുമെല്ലാം ബോധവും എല്ലാമുള്ള നല്ല ഡോക്ടർമാരും എഞ്ചിനീയർമാരും എല്ലാവരും ഉണ്ടാവണം സമൂഹത്തിൽ. ഇതില്ലാത്തതിന്റെ ഒരു പോരായ്മ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആളുകൾ അഹങ്കാരത്തോടു കൂടി അവരുടെ അറിവിന്റെയും അവരുടെ സ്ഥാനത്തിന്റെയും അവരുടെ സീലിന്റെയും ഒപ്പിന്റെയും ഒക്കെ പവറിൽ എന്തെല്ലാം ക്രൂരതയും അതുപോലെ തന്നെ ആളുകളെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ല മക്കളായി നല്ല അറിവ് നേടുന്നതോടൊപ്പം തന്നെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി വളരാനും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അറിവ് കരസ്ഥമാക്കുമ്പോൾ ക്ഷമ അത്യാവശ്യമാണ്. പലപ്പോഴും കുടുംബത്തിൽ അസുഖങ്ങൾ ഉണ്ടാകാം,
പ്രയാസങ്ങൾ ഉണ്ടാവാം, കടങ്ങളും മറ്റു പ്രയാസങ്ങളും അലട്ടുന്ന എല്ലാം ഉണ്ടാകും. ഇതെല്ലാം തരണം ചെയ്ത് വേണം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ. അതല്ലാതെ എന്തെങ്കിലും ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് അതിന്റെ പേരിൽ വിഷമിച്ച് ടെൻഷൻ അടിച്ച് പഠനത്തെ ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്കൊന്നും മക്കൾ പോകാൻ പാടില്ല. നല്ല ക്ഷമ ഉണ്ടായിരിക്കണം, ക്ഷമയോടുകൂടി തന്നെയായിരിക്കണം പഠിച്ചു വളരേണ്ടത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായ ഒന്നാണ് തഖ്വ ഉണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തഖ്വ, അതുപോലെ തന്നെ അല്ലാഹുവിനോടുള്ള അനുസരണം, ഇത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സമയം അത് വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കണം. പലപ്പോഴും ഇന്ന് മൊബൈലില്ലാത്ത വിദ്യാർത്ഥികൾ വളരെ കുറവായിരിക്കും, ഇല്ല എന്ന് തന്നെ പറയാവുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും പല രൂപത്തിലുള്ള ചാറ്റിങ്ങുകളും പല രൂപത്തിലുള്ള വീഡിയോകളുടെയും മുമ്പിലും ഗെയിമുകളുടെ മുമ്പിലും അഡിക്റ്റായിക്കൊണ്ടാണ് പലരും ഉള്ളത്. അതുകൊണ്ട് സമയം, അതിന്റെ മൂല്യത്തെ സംബന്ധിച്ചും അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ദുരന്തത്തെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ഒരിക്കലും സമയം വേസ്റ്റ് ആക്കുന്ന ഒരവസ്ഥ അറിവ് കരസ്ഥമാക്കുന്ന മക്കൾക്കുണ്ടാവാൻ പാടില്ല. സമയത്തിന്റെ പ്രാധാന്യം അറിവിന്റെ വിഷയത്തിൽ നമ്മൾ കൃത്യമായി നമുക്ക് ബോധമുണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എപ്പോഴും പ്രാർത്ഥന വേണം. റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണേ. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ. നിസ്കാരത്തിന് ശേഷം നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ ഉപകാരപ്രദമായ അറിവിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു. ഉപകാരപ്രദമായ അറിവ്. അതുകൊണ്ട് നമ്മൾ ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കണം. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തിന് പഠിക്കണം എന്ന കൃത്യമായ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ആ രൂപത്തിൽ തന്നെയായിരിക്കണം നമ്മൾ ഈ ഒരു മേഖലയിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും അല്ലാഹുവിന്റെ ദീൻ നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും പാപങ്ങളും നീ പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗം കണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ, എല്ലാവരുടെ ഖബറും നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവ് കൂടുതൽ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവിധ ഉപകാരപ്രദമല്ലാത്ത എല്ലാ വിധത്തിലുള്ള അറിവുകളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാട്ടുകാരെയും എല്ലാവരെയും നാഥ നിന്റെ ദീനിന്റെ അനുസരിച്ച് കൊണ്ട്, നിന്റെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ വിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും ഷർറുകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ സമയത്തും നിന്റെ സഹായവും നിന്റെ റഹ്മത്തും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.